പുതിയ വീടിന് പുതിയ പെയിന്റിന്റെ മണമായിരുന്നു. പക്ഷേ നിളയുടെ ഓർമ്മകൾക്ക് ഹരിയുടെ വിയർപ്പിന്റെയും ടർപ്പന്റെയിനിന്റെയും പിന്നെ സ്നേഹത്തിന്റെ ലേശം മധുരമുള്ളതുമായ ഗന്ധമായിരുന്നു. 4 ചുവരുകൾക്കുള്ളിൽ മക്കളോടൊപ്പം സുരക്ഷിതയായിരിക്കുമ്പോൾ അവൾക്ക് പലപ്പോഴും ശ്വാസം മുട്ടി. ചാരിറ്റി സംഘടനക്കാർ വെച്ചു നൽകിയ ഈ കൊച്ചുവീടിന്റെ ഓരോ തരിമണ്ണിലും ഹരിയുടെ അഭാവം കനം വെച്ചു കിടന്നു. അമ്മേ! കണ്ണന്റെ വിളി അവളെ ചിന്തകളിൽ നിന്നുണർത്തി. 7 വയസ്സുകാരന്റെ കണ്ണുകളിൽ വിശപ്പിന്റെ വെളിച്ചമുണ്ടായിരുന്നു. 5 വയസ്സുകാരി മാളുമുറ്റത്തെ ചെമ്പരത്തി ചെടിയോട് എന്തോ കാര്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ദാ വരുന്നു കണ്ണ. അവൾ അടുക്കളയിലേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞു വാടക വീട്ടിലേക്ക് താമസം മാറിയ അന്ന് ഹരി അവളുടെ കാതിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്വന്തം വീടിന്റെ ഉമ്മറത്തിരുന്ന് എനിക്ക് നീയുമായി ഒരു ചായ കുടിക്കണം നിളെ. അവന്റെ സ്വപ്നമായിരുന്നു ഈ വീട്. പക്ഷേ വിധി ആ സ്വപ്നത്തിന്റെ താക്കോൽ അവളുടെ കയ്യിൽ തന്നിട്ട് അവനെ എന്നേക്കുമായി കൊണ്ടുപോയി. ഒരു നിർമ്മാണ സ്ഥലത്ത് പെയിന്റിംഗ് ജോലി ചെയ്യുന്നതിനിടയിൽ കാൽവഴുതി വീണപ്പോൾ തകർന്നത് അവന്റെ തലയോട്ടി മാത്രമല്ല, നിളയുടെ ജീവിതം കൂടിയായിരുന്നു. പ്രണയവിവാഹമായിരുന്നു അവരുടേത്. എതിർപ്പുകളെ അവഗണിച്ചു ഒന്നിച്ചപ്പോൾ താങ്ങും തണലുമാകാൻ ആരുമുണ്ടായിരുന്നില്ല. ഹരി പോയതോടെ ആകാശവും ഭൂമിയും ഒന്നുമില്ലാതായതുപോലെ അവൾ ശൂന്യതയിലായി. ആ സമയത്താണ് കൈത്താങ് ചാരിറ്റി സംഘടനയുടെ സെക്രട്ടറി സുകുമാരൻ സാർ ഒരു ദൈവദൂതനെ പോലെ എത്തിയത്. അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിക്കുന്നത് മുതൽ വീടിന്റെ തറക്കല്ലിടൽ വരെ എല്ലാത്തിനും അയാൾ മുന്നിലുണ്ടായിരുന്നു. നിളയൊരു കാര്യം കൊണ്ടും വിഷമിക്കരുത്. ഹരിയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നിങ്ങളും മക്കളും സന്തോഷമായിരിക്കണം. അതിന് ഞങ്ങളെക്കൊണ്ടാവുന്ന സഹായം എപ്പോഴും ഉണ്ടാകും. താക്കോൽദാന ചടങ്ങിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ അയാൾ പറഞ്ഞപ്പോൾ നിളയുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ കട്ടൻ ചായ കപ്പുകളിലേക്ക് പകർത്തി. ഒന്ന് തനിക്കും മറ്റൊന്ന് ഓർമ്മകളിലെ ഹരിക്കും. ഉമ്മറപ്പടിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് തോന്നും, ഹരി ആ ഗേറ്റ് തുറന്ന് ചിരിച്ചുകൊണ്ട് കയറി വരുമെന്ന്. നിളെ! ആ വിളി അവളെ ഞെട്ടിച്ചു. ഹരിയുടേതായിരുന്നില്ല ആ ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. ഗേറ്റിനരികിൽ നിന്ന് സുകുമാരൻ സാർ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സാറോ, എന്താ ഈ വഴിക്ക്? അവൾ വേഗം എഴുന്നേറ്റ് ചോദിച്ചു. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറിയെന്നേയുള്ളൂ. മക്കൾക്കെല്ലാം സുഖമല്ലേ? അയാൾ അകത്തേക്ക് കയറി വന്ന് ഉമ്മറത്തെ കസേരയിലിരുന്നു. സുഖമാണ് സാർ. നിനക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? അരിയെല്ലാം തീരാറായോ? അയാളുടെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ കരുതൽ നിറഞ്ഞിരുന്നു. ഇല്ല സാർ, കഴിഞ്ഞയാഴ്ച കൊണ്ടുവന്നത് ഇനിയുമുണ്ട്. അയാൾ ചുറ്റും നോക്കി. വീടൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ. മിടുക്കി. അയാളുടെ നോട്ടം അവളുടെ മുഖത്ത് ഒരു നിമിഷം തങ്ങി നിന്നു. നിളയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അവൾ വേഗം നോട്ടം മാറ്റി. വെറുതെ തോന്നുന്നതാവും. ഇത്രയും സഹായിച്ച ഒരു മനുഷ്യനാണ്, അവൾ സ്വയം പറഞ്ഞു. സുകുമാരന്റെ വരവുകൾ പതിവായി. ചിലപ്പോൾ അരിയും പലചരക്ക് സാധനങ്ങളുമായി വരും. മറ്റു ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കോപ്പുകളുമായി. ഓരോ തവണ വരുമ്പോഴും അയാൾ അവളുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു. നാട്ടുകാരെല്ലാം അയാളുടെ കാരുണ്യത്തെ വാഴ്ത്തി. സുകുമാരൻ സാറിനെ പോലെ ഒരു മനുഷ്യനുണ്ടോ? ആ പാവം പെണ്ണിനും പിള്ളേർക്കും ഒരു കുറവും വരാതെ നോക്കുന്നത് കണ്ടില്ലേ? ചായക്കടയിലെ സംഭാഷണങ്ങളിൽ അവൾ കേട്ടു. അവൾക്കും തോന്നിയിരുന്നു അയാളൊരു രക്ഷകനാണെന്ന്. പക്ഷേ ചിലപ്പോഴൊക്കെ അയാളുടെ നോട്ടങ്ങൾ അവളെ പൊള്ളിച്ചു. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പിന്നിലൂടെ വന്ന് എന്താ കറി എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ നിശ്വാസം കഴുത്തിൽ തട്ടുന്നതുപോലെ തോന്നി. അവൾ ഭയന്ന് പിന്മാറി. കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ പോയാൽ കുനിഞ്ഞെടുക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തന്റെ ശരീരത്തിൽ പരതുന്നത് അവൾ അറിഞ്ഞു. അതൊക്കെ തന്റെ വെറും തോന്നലുകളാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. കടപ്പാടിന്റെ വലിയൊരു ഭാരം അവളുടെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. ആ ഭാരത്തിനു മുന്നിൽ ഈ അസ്വസ്ഥതകളെയെല്ലാം അവൾക്ക് അവഗണിക്കേണ്ടി വന്നു. കഴിഞ്ഞയാഴ്ച അയാൾ വന്നത് ബാത്റൂമിലെ പൈപ്പ് ശരിയാക്കാനാണെന്ന വ്യാജേനയായിരുന്നു. ഇതൊന്നും പുറത്തു പറഞ്ഞ് പൈസ കളയണ്ട, ഞാൻ തന്നെ ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് ടൂൾ ബോക്സുമായി അയാൾ ബാത്റൂമിൽ കയറി. കുറേ നേരം കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. ഇപ്പ് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈകഴുകി പോകുമ്പോൾ അയാളുടെ മുഖത്ത് വിചിത്രമായ ഒരു ചിരിയുണ്ടായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾക്ക് തോന്നി, ആ വീടിന്റെ ചുവരുകൾക്ക് പെട്ടെന്ന് കനം കുറഞ്ഞതുപോലെ, ആരോ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതുപോലെ ഒരു തോന്നൽ. അതൊരു ശനിയാഴ്ചയായിരുന്നു. വീട് മുഴുവൻ വൃത്തിയാക്കുന്ന ദിവസം. ബാത്റൂം കഴുകുന്നതിനിടയിലാണ്
സോപ്പ് കയ്യിൽ നിന്ന് വഴുതി മൂലയിൽ വെച്ചിരുന്ന ചെറിയ പ്ലാസ്റ്റിക് ഷെൽഫിന് പിന്നിലേക്ക് വീണത്. അവൾ കൈയിട്ട് അതെടുക്കാൻ ശ്രമിച്ചു. വിരലുകൾ സോപ്പിൽ തടഞ്ഞില്ല, പകരം തണുത്ത പരുക്കനായ ഒരു വസ്തുവിലാണ് തൊട്ടത്. അവൾക്ക് സംശയം തോന്നി. ഷെൽഫ് അല്പം മുന്നോട്ട് വലിച്ചു നീക്കി. അവിടെ ചുമരിനോട് ചേർന്നുള്ള ഇരുണ്ട മൂലയിൽ ഒരു കറുത്ത പൊട്ടുപോലെ എന്തോ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ സൂക്ഷിച്ചു നോക്കി. അതൊരു ചെറിയ കറുത്ത ചതുരക്കട്ടയായിരുന്നു. അതിൻ്റെ നടുവിൽ ഒരു സൂചിക്കുഴലിൻ്റെ വലുപ്പത്തിൽ ഒരു ഗ്ലാസ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾക്കൊന്നും മനസ്സിലായില്ല. അതെന്താണെന്ന് തിരിച്ചറിയാൻ അവളുടെ തലച്ചോറ് വിസമ്മതിച്ചു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ അതെടുത്ത് കയ്യിൽ വെച്ചു. ഒരു ഹിഡൻ ക്യാമറ. ആ തിരിച്ചറിവ് ഒരു ഇടിമിന്നൽ പോലെ അവളുടെ സിരകളിലൂടെ പാഞ്ഞുപോയി. അവളുടെ ശ്വാസം നിലച്ചു. കയ്യിലിരുന്ന ആ കുഞ്ഞൻ വസ്തുവിന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമുള്ളതുപോലെ തോന്നി. തല ചുറ്റുന്നതുപോലെ തോന്നിയപ്പോൾ അവൾ ആ തണുത്ത തറയിലിരുന്നു പോയി. ചാരിറ്റി, സുകുമാരൻ സാർ, പൈപ്പ് നന്നാക്കൽ, ടൂൾ ബോക്സ്, അയാളുടെ വിചിത്രമായ ചിരി. ചിതറിക്കിടന്ന കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചുകൂടി ഭീകരമായ ഒരു ചിത്രം അവൾക്കു മുന്നിൽ തെളിഞ്ഞു. ആരോ ഒരാൾ അയാൾ തൻ്റെ ഓരോ ചലനവും കാണുന്നുണ്ടായിരുന്നു. താൻ വസ്ത്രം മാറുന്നത്, കുളിക്കുന്നത്. ഓർത്തപ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് ഒരാന്തൽ മുകളിലേക്ക് വന്നു. ഓക്കാനം വന്ന് അവൾ വാപ്പൊത്തി. നന്ദി കൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ തീയെരിയുകയായിരുന്നു. കാരുണ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഒരു ചെന്നായയാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ വീട്ടിൽ അവൾ സുരക്ഷിതയല്ലായിരുന്നു. അതൊരു വീടല്ല, അയാൾ ഒരുക്കിയ ഒരു കെണിയായിരുന്നു. വിറയ്ക്കുന്ന കയ്യിൽ ആ ക്യാമറ മുറുകെ പിടിച്ച് അവൾ ആ തണുത്ത തറയിലിരുന്നു. പുറത്ത് കുട്ടികളുടെ കളിച്ചിരികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ നിളയുടെ കാതുകളിൽ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ പെരുമ്പറ ശബ്ദം മാത്രം. ഇനി എന്തു ചെയ്യും? പോലീസിൽ പറയണോ? ആര് വിശ്വസിക്കും? നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ സുകുമാരൻ സാറിനെതിരെ താൻ പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളില്ല. അവർ തന്നെയായിരിക്കും കുറ്റക്കാരി. നന്ദിയില്ലാത്തവൾ. ഇല്ല, അവൾ കരയില്ല. ഹരിയുടെ നിള അത്ര ദുർബലയല്ല. അവളുടെ കണ്ണുകളിലെ ഭയം പതിയെ വഴിമാറി. അവിടെ കത്തുന്ന ഒരു പ്രതികാരത്തിന്റെ കനൽ രൂപപ്പെട്ടു. അവൾ ആ ക്യാമറയിലേക്ക് നോക്കി. അത് ചിമ്മിത്തുറക്കാത്ത ഒരു രാക്ഷസന്റെ കണ്ണുപോലെ തോന്നി. നീ എന്റെ കളി കാണാൻ വെച്ചതല്ലേ ഇത്? അവൾ മനസ്സിൽ പറഞ്ഞു. ഇനി ഞാൻ കളിക്കുന്നത് നീ കാണും. കളി തുടങ്ങിയിട്ടേയുള്ളൂ സുകുമാര. ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ നിളയുടെ മനസ്സ് ഒരു കൽച്ചൂള പോലെ പുകയാൻ തുടങ്ങി. അവൾ ആ ക്യാമറയെടുത്തു. അതിൻ്റെ ലെൻസിലേക്ക് തുറച്ചു നോക്കി. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും തട്ടാതെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി തൻ്റെ പഴയ തുണിപ്പെട്ടിയുടെ ഏറ്റവും അടിയിൽ ഒളിപ്പിച്ചു. പകരം അതേ വലുപ്പത്തിലുള്ള ഒരു കറുത്ത പൊട്ട് പഴയൊരു കളിപ്പാട്ടത്തിൽ നിന്നിളക്കിയെടുത്ത് അതേ സ്ഥാനത്ത് ഒട്ടിച്ചുവെച്ചു. സൂക്ഷിച്ചു നോക്കിയാലല്ലാതെ തിരിച്ചറിയാൻ കഴിയില്ല. കളി തുടങ്ങുന്നതിന് മുൻപ് കളിക്കളം ഒരുക്കണം. അയാൾ ഒന്നും സംശയിക്കരുത്. അവളുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു ഫോണായിരുന്നു. ഹരിയുടെ മരണശേഷം അത്യാവശ്യ കാര്യങ്ങൾക്കായി സൂക്ഷിച്ചുവെച്ച കുറച്ച് പണമുണ്ടായിരുന്നു. പിറ്റേന്ന് ടൗണിൽ പോയി അവളൊരു സാധാരണ സ്മാർട്ട് ഫോൺ വാങ്ങി. സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ അവളുടെ കൈകൾ വിറച്ചില്ല. മനസ്സിൽ ഒരു ലക്ഷ്യം രൂപപ്പെട്ടാൽ പിന്നെ വിറയലുണ്ടാകില്ല. അന്ന് വൈകുന്നേരം സുകുമാരൻ തൻ്റെ വീട്ടിലെ മുറിയിലിരുന്ന് ഫോണിൽ വെപ്രാളത്തോടെ നോക്കുകയായിരുന്നു. നിളയുടെ വീട്ടിലെ ദൃശ്യങ്ങൾ അയാളുടെ ഫോണിൽ തെളിഞ്ഞു. അവൾ അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്നു. കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നു. എല്ലാം സാധാരണ പോലെ. അയാൾക്ക് സമാധാനമായി. അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണത് സംഭവിച്ചത്. നിള ഹാളിലേക്ക് വന്നു. ബാത്റൂമിൻ്റെ വാതിൽ നേരിയതായി തുറന്നുകിടന്നിരുന്നു. അവൾ ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ രേഖ. അവൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. എടി, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ചിലർ വിചാരിക്കും നമ്മൾ പാവങ്ങളാണെന്ന് ശബ്ദമുയർത്തില്ലെന്ന്. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? എൻ്റെ കയ്യിൽ നല്ലൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അയാളെ പൂട്ടാൻ അതുമതി. ഞാൻ നാളെ തന്നെ വക്കീലിനെ കാണാൻ വരുന്നുണ്ട്. സുകുമാരൻ ഞെട്ടിവിയർത്തു. അയാളുടെ ഹൃദയം പടപടാ ഇടിച്ചു. തെളിവോ? എന്ത് തെളിവ്? അവൾ ക്യാമറ കണ്ടുപിടിച്ചോ? അതോ മറ്റെന്തെങ്കിലുമാണോ? അയാൾക്ക് തല പെരുക്കുന്നതുപോലെ തോന്നി. ഫോണിലെ ദൃശ്യത്തിലേക്ക് അയാൾ കണ്ണുനട്ടു. നിളയുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല. അവൾ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും അടുക്കളയിലേക്ക് പോയി. സുകുമാരൻ കസേരയിലേക്ക് തളർന്നിരുന്നു.
ഒരുപക്ഷേ അവൾ മറ്റാരെയെങ്കിലുമാവും ഉദ്ദേശിച്ചത്. അതങ്ങനെയാവാനേ വഴിയുള്ളൂ. അയാൾ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംശയത്തിന്റെ ആദ്യത്തെ വിത്ത് അയാളുടെ മനസ്സിൽ വീണുകഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ സുകുമാരൻ നിളയുടെ വീട്ടിലെത്തി. അയാളുടെ വെപ്രാളം മുഖത്ത് വ്യക്തമായിരുന്നു. നിളയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു. നിനക്കെന്തോ ആപത്തുള്ളതുപോലെ അയാൾ കരുണയോടെ ചോദിച്ചു. നിള അയാളെ തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ ആഴം അയാളെ ചെറുതായി ഭയപ്പെടുത്തി. ഏയ്, ഇല്ല സാറേ, എനിക്കെന്ത് ആപത്ത് വരാനാ? ഞാൻ ചില കണക്കുകൾ കൂട്ടിനോക്കുകയായിരുന്നു. ചിലർക്ക് കൊടുക്കാനുള്ളത് പലിശ സഹിതം തിരികെ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ? അവളുടെ വാക്കുകൾ സാധാരണമായിരുന്നെങ്കിലും അതിലെ ഒളിയമ്പുകൾ അയാളുടെ നെഞ്ചിൽ തറച്ചു. അവൾ ഉമ്മറത്ത് കിടന്ന പത്രമെടുത്തു. സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ എന്ന വാർത്ത അവൾ ഉറക്കെ വായിച്ചു. എന്നിട്ട് അയാളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലേ സാറേ? സുകുമാരന് ഉത്തരം മുട്ടി. അയാൾ വേഗം എഴുന്നേറ്റു. ഞാനൊന്ന് ടൗൺ വരെ പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ നിളയുടെ ശബ്ദം അയാളെ പിന്തുടർന്നു. വിളിക്കാം സാറേ. ഉറപ്പായും വിളിക്കും, അതിന്റെ സമയമാകുമ്പോൾ. സുകുമാരൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ആ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾക്കെല്ലാം അറിയാം, അവൾ തന്നെ പരീക്ഷിക്കുകയാണ്. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അന്നു മുതൽ സുകുമാരന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അയാൾ രാത്രിയിൽ ഞെട്ടിയുണർന്നു. ഫോണിലെ ലൈവ് ഫീഡ് അയാൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. നിള ശാന്തയായി ഉറങ്ങുന്നു. പക്ഷേ ആ ശാന്തത അയാളെ ഭയപ്പെടുത്തി. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ അത്? അയാളുടെ സ്വഭാവമാറ്റം ഭാര്യ ശാരദ ശ്രദ്ധിച്ചു. നിങ്ങൾക്കിതെന്തുപറ്റി? രാത്രി മുഴുവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ആ പെണ്ണിന്റെ വീട്ടിൽ നിന്നിറങ്ങിയത് മുതലാണല്ലോ ഈ വെപ്രാളം. എന്താ കാര്യം? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൂട്ടണ്ട ശാരദേ. എനിക്ക് ചാരിറ്റിയുടെ ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അയാൾ ദേഷ്യപ്പെട്ടു. അവരുടെ സംസാരം ഒരു വഴക്കിൽ അവസാനിച്ചു. 2 ദിവസം കഴിഞ്ഞ് നിള അടുത്ത കെണിയൊരുക്കി. വൈകുന്നേരം അവൾ വീണ്ടും ഫോണെടുത്തു. ഇത്തവണ അവളുടെ ശബ്ദത്തിൽ സഹതാപമായിരുന്നു. സാരമില്ല മോളെ, കരയണ്ട. ഞാനും ആദ്യം തകർന്നു പോയതാ. ആ സുകുമാരൻ ഒരു ചെന്നായയാണ്. അവൻ നിന്നെയും ചതിച്ചു, അല്ലേ? അവന്റെ നല്ല മുഖം കണ്ട് ആരും വീണുപോകും. പക്ഷെ പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല. നിന്നെപ്പോലെ വേറെയും പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഒരുമിച്ച് നിൽക്കും. അവന്റെ മുഖം മൂടി നമ്മൾ വലിച്ചു കീറും. ഇത് കേട്ടുകൊണ്ടിരുന്ന സുകുമാരന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. മറ്റൊരു ഇരയോ? വേറെയും പെൺകുട്ടികളോ? അവരെല്ലാം ഒന്നിക്കുകയാണോ? അയാളുടെ തലയ്ക്കുള്ളിൽ അപകടത്തിന്റെ മണിമുഴങ്ങി. താൻ കെട്ടിയുയർത്തിയ മാന്യതയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുന്നത് അയാൾ കണ്ടു. നാട്ടുകാരുടെ മുന്നിൽ താൻ അപമാനിതനാകുന്നതും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഭാര്യയും മക്കളും തന്നെ വെറുക്കുന്നതുമെല്ലാം ഒരു പേക്കിനാവു പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ആ ഫോണിലെ ചിരിക്കുന്ന നിലയുടെ മുഖം ഒരു പിശാചിനെപ്പോലെ അയാളെ നോക്കി പല്ലിളിക്കുന്നതായി തോന്നി. ആ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ആ വീട് ഒരു വീടായിരുന്നില്ല, അതൊരു ചിലന്തി വലയായിരുന്നു. അതിൽ കുടുങ്ങിയത് നിലയായിരുന്നില്ല, താൻ തന്നെയായിരുന്നു. ഭയം സുകുമാരന്റെ യുക്തിയെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ആ ക്യാമറ, അതുമാത്രമാണ് തെളിവ്. അതെടുത്ത് നശിപ്പിക്കണം. അതുമാത്രമാണ് ഏക പോംവഴി. അയാളുടെ മനസ്സ് തീരുമാനിച്ചു. അന്ന് രാത്രി നിലാവില്ലാത്ത കറുത്തവാവായിരുന്നു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. സുകുമാരൻ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുഖം പാതി മറച്ച് നിളയുടെ വീടിന്റെ പിന്നാമ്പുറത്തെത്തി. അയാളുടെ നെഞ്ച് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു. അടുക്കളയുടെ ജനൽപ്പാളിക്ക് കൊളുത്തിട്ടിരുന്നില്ല. അയാൾ ഭാഗ്യത്തെ പഴിച്ചില്ല. കാരണം ഭാഗ്യം ഇപ്പോൾ തനിക്കൊപ്പമല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അയാൾ ജനൽ തുറന്ന് അകത്തേക്ക് ഊർന്നിറങ്ങി. വീടിനകം കൂരാക്കൂരിരുട്ട്. സ്വന്തം ശ്വാസം പോലും അയാളെ ഭയപ്പെടുത്തി. അയാൾ ഭിത്തിയിൽ തപ്പിത്തടഞ്ഞ് ബാത്റൂം ലക്ഷ്യമാക്കി നീങ്ങി. ഓരോ അടിവെക്കുമ്പോഴും തറയിലെന്തെങ്കിലും തട്ടി ശബ്ദമുണ്ടാകുമോ എന്ന് അയാൾ ഭയന്നു. ബാത്റൂമിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു.
അയാൾ അകത്ത് കിടന്ന് പതുക്കെ വാതിലടച്ചു. ഫോണിന്റെ നേരിയ വെളിച്ചത്തിൽ അയാൾ ആ മൂലയിലേക്ക് നോക്കി. അവിടെ ആ കറുത്ത പൊട്ട് ഇപ്പോഴുമുണ്ട്. അയാൾക്ക് ആശ്വാസമായി. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ അതെടുക്കാൻ ശ്രമിച്ചു. അത് ചുമരിൽ പശവെച്ച് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. അയാൾ ബലം പ്രയോഗിച്ച് അത് ഇളക്കിയെടുത്തു. കയ്യിൽ കിട്ടിയപ്പോൾ അയാൾക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രം നിലത്ത് വീഴുന്ന അഗ്ലുഷീച്ചലിന് ശബ്ദം കേട്ടു. ഠമാർ! സുകുമാരൻ ഞെട്ടിവിറച്ചുപോയി. അയാളുടെ കയ്യിൽ നിന്ന് ആ കളിപ്പാട്ടത്തിന്റെ കഷ്ണം താഴെ വീണു. അമ്മേ! കണ്ണന്റെ ഉറക്കച്ചടവുള്ള വിളി മുറിയിൽ നിന്ന് കേട്ടു. ഒന്നുമില്ല മോനെ, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണതാ. മോൻ ഉറങ്ങിക്കോ. നിലയുടെ ശാന്തമായ ശബ്ദം. സുകുമാരന്റെ രക്തം തണുത്തുറഞ്ഞുപോയി. അവൾ ഉണർന്നിരിക്കുകയാണ്. അവൾ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് അവിടെ നിൽക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. വന്നതിലും വേഗത്തിൽ അയാൾ അടുക്കള ജനലിലൂടെ പുറത്തേക്ക് ചാടി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അകത്ത് നിലയുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അടുക്കളയിലെ ലൈറ്റിട്ടു. നിലത്ത് സുകുമാരൻ ഉപേക്ഷിച്ചു പോയ ആ കറുത്ത പ്ലാസ്റ്റിക് പൊട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തായി ചെളി പുരണ്ട ഒരു കാൽപ്പാടും. അവൾ തന്റെ ഫോണെടുത്ത് അതിന്റെ വ്യക്തമായ ഒരു ചിത്രമെടുത്തു. കെണിയിൽ ഒരു പടി കൂടി മുന്നോട്ട് അവൾ മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പള്ളി കഴിഞ്ഞുവരുന്ന വഴിക്ക് ടൗണിലെ ബേക്കറിയുടെ മുന്നിൽ വെച്ച് നില സുകുമാരനെ കണ്ടു. അയാൾ മക്കൾക്ക് പലഹാരം വാങ്ങിക്കൊടുക്കുകയായിരുന്നു. അയാളുടെ ഭാര്യ ശാരദയും കൂടെയുണ്ടായിരുന്നു. അവളെ കണ്ടതും സുകുമാരന്റെ മുഖം വിളറി വെളുത്തു. അയാൾ വേഗം മുഖം തിരിച്ചു. നിള അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. സുകുമാരൻ സാറോ, എന്തൊക്കെയുണ്ട് വിശേഷം? അയാൾ മറുപടി പറയാതെ പരിങ്ങി. ഭാര്യ ശാരദ അവളെ സംശയത്തോടെ നോക്കി. ഇത് നിളയല്ലേ, കൈത്താങ്ങിന്റെ വീട് കിട്ടിയ കുട്ടി? ശാരദ ചോദിച്ചു. അതെ ചേച്ചി, നിള ചിരിച്ചു. എന്നിട്ട് സുകുമാരന്റെ മുഖത്തേക്ക് നോക്കി. സാറിനെന്താ ഒരു ക്ഷീണം? രാത്രി ഉറക്കമൊന്നുമില്ലേ? മുഖമൊക്കെ വല്ലാതെ വിളറിയിരിക്കുന്നു. വല്ല അസുഖവുമുണ്ടോ? അവളുടെ ശബ്ദം ആത്മാർത്ഥമായ ആശങ്ക നിറഞ്ഞതായിരുന്നു. പക്ഷേ ആ ചോദ്യം ഒരു ചാട്ടവാറടി പോലെയാണ് സുകുമാരന് അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രിയിലെ ഓട്ടം അയാളുടെ മനസ്സിലൂടെ മിന്നിമായുന്നതുപോലെ തോന്നി. ഏയ്, ഒന്നുമില്ല, ചെറിയ തലവേദന, അയാൾ വിക്കി. അതാണോ? ഞാൻ വിചാരിച്ചു രാത്രിയിൽ എവിടെയെങ്കിലും വീണോ എന്ന്. ഇന്നലെ രാത്രി എന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു വലിയ ശബ്ദം കേട്ടിരുന്നു. എന്തോ വീണതുപോലെ. രാവിലെ നോക്കിയപ്പോൾ നിറയെ ചെളിയും. അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. സുകുമാരന്റെ തൊണ്ട വരണ്ടു. അയാൾ ശാരദയെ പാളി നോക്കി. അവരുടെ മുഖത്ത് സംശയത്തിന്റെ കരിനിഴൽ വീണിരുന്നു. നമുക്ക് പോകാം ശാരദേ, അയാൾ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവർ തിരിഞ്ഞു നടക്കുമ്പോൾ നിള പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. സാറേ, ചെളി പറ്റിയാൽ വേഗം കഴുകിക്കളയണം, അല്ലെങ്കിൽ പാടുമായാതെ കിടക്കും. സുകുമാരൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ ഭാര്യയെയും വലിച്ചു മുന്നോട്ട് നടന്നു. ആ നിമിഷം അയാൾക്ക് ഉറപ്പായി, ഇത് വെറുമൊരു കളിയല്ല, ഇതൊരു യുദ്ധമാണ്. താൻ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം. ആ സംഭവത്തിനു ശേഷം സുകുമാരന്റെ വീടിന്റെ താളം തെറ്റി. ശാരദയുടെ ചോദ്യങ്ങൾ വർദ്ധിച്ചു. എന്താ നിങ്ങൾക്ക് ആ കുട്ടിയോട് ഇത്ര അടുപ്പം? അവളുടെ വീട്ടിൽ ചെളിപുരളാൻ നിങ്ങൾ എന്തിനാ രാത്രിയിൽ പോകുന്നത്? നീ ആവശ്യമില്ലാത്തത് പറയരുത് ശാരദേ. ഞാനവളുടെ വീട്ടിൽ പോയിട്ടില്ല, അയാൾ അലറി. പക്ഷേ അയാളുടെ ശബ്ദത്തിലെ വിറയൽ ശാരദ ശ്രദ്ധിച്ചു. അവർക്കിടയിൽ സംശയത്തിന്റെ ഒരു മതിൽ രൂപപ്പെട്ടു. കൈത്താങ് ചാരിറ്റിയുടെ പ്രതിമാസ മീറ്റിംഗിൽ സുകുമാരന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് തെറ്റി. പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു. കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ അത് ശ്രദ്ധിച്ചു. സുകുമാരൻ സാറിന് വയ്യെന്ന് തോന്നുന്നു. കുറച്ചുനാളായി ഒരു ഉഷാറില്ല, പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു. ആ വാക്കുകൾ അയാളെ കൂടുതൽ തളർത്തി. താൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം വിറയ്ക്കുന്നത് അയാൾ അറിഞ്ഞു. വഴിയിൽ കാണുന്നവരെല്ലാം തന്നെക്കുറിച്ച് അടക്കം പറയുന്നതായി അയാൾക്ക് തോന്നിത്തുടങ്ങി. ചായക്കടയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അത് തന്നെക്കുറിച്ചുള്ള ചർച്ചയാണെന്ന് അയാൾ ഉറപ്പിച്ചു. ഉറക്കമില്ലാത്ത രാത്രികൾ അയാളുടെ കണ്ണുകൾക്ക് താഴെ കറുത്ത വലയങ്ങൾ തീർത്തു. കൈത്താങ് ചാരിറ്റിയുടെ 10ാം വാർഷികാഘോഷം ഗംഭീരമായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചു. നാട്ടിലെ പ്രമുഖരെയെല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള വലിയൊരു പൊതുപരിപാടി.
ആ ചടങ്ങിൽ വെച്ച് സംഘടനയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് സെക്രട്ടറി സുകുമാരനെ ആദരിക്കാനും തീരുമാനമായി. ഈ വാർത്തയറിഞ്ഞപ്പോൾ നിലയുടെ മനസ്സിൽ തന്റെ കളിയുടെ അവസാന രംഗം തെളിഞ്ഞു. അവൾക്ക് ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. സംഘടനയുടെ സഹായം ലഭിച്ച എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പരിപാടിയുടെ തലേദിവസം അവൾ സുകുമാരനെ ഫോണിൽ വിളിച്ചു. അയാൾ ഭയത്തോടെയാണ് ഫോൺ എടുത്തത്. ഹലോ, സുകുമാരൻ സാറേ, ഞാനാണ് നില. അയാളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. നാളെ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണെന്നറിഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. സാറിനെ പോലൊരു നല്ല മനുഷ്യനെ നാട് തിരിച്ചറിയണമല്ലോ. അവളുടെ ശബ്ദം തേൻ പുരട്ടിയതുപോലെ മധുരമുള്ളതായിരുന്നു. അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നാളെ എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളും വരുന്നുണ്ട്. സാറിൻ്റെ സഹായം കിട്ടിയ കുറച്ചുപേർ. അവർക്ക് സാറിനെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വേദിയിൽ വെച്ച് തന്നെ പറയണമെന്നാണ് അവർ വാശി പിടിക്കുന്നത്. സാറിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഫോണിൻ്റെ മറുതലയ്ക്കൽ ഒരു ഞരക്കം മാത്രം കേട്ടു. അപ്പൊ ശരി സാറേ, നാളെ കാണാം. അവൾ ഫോൺ വെച്ചു. സുകുമാരന്റെ കയ്യിലിരുന്ന ഫോൺ വിറച്ച് താഴെ വീണു. സുഹൃത്തുക്കൾ, വേദിയിൽ വെച്ച് നന്ദി, സർപ്രൈസ്. ഓരോ വാക്കും അയാളുടെ തലയ്ക്കുള്ളിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നി. നാളെ ആ വേദിയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പെൺകുട്ടികൾ തനിക്കെതിരെ സംസാരിക്കും. തന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. വാർഷികാഘോഷം നടക്കുന്ന ഓഡിറ്റോറിയം ആളുകളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. വേദിയിൽ MLAയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള പ്രമുഖർ. സദസ്സിൽ നാട്ടുകാരും ചാരിറ്റി അംഗങ്ങളും. വേദിയുടെ ഒരു കോണിൽ വിളറിയ മുഖവുമായി സുകുമാരൻ ഇരുന്നു. അയാളുടെ കണ്ണുകൾ വെപ്രാളത്തോടെ സദസ്സിൽ അലഞ്ഞു നടന്നു. നിളയെ അയാൾ കണ്ടു. മുൻനിരയിൽ തന്നെ അവളിരിപ്പുണ്ട്, മക്കളെയും കൂട്ടി. അവളുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവളുടെ അടുത്തുള്ള കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നത് അയാളിൽ ഭീതിയുണർത്തി. ആ സുഹൃത്തുക്കൾ എപ്പോൾ വേണമെങ്കിലും വരാം. അയാളുടെ പേര് അനൗൺസ് ചെയ്തു. കൈത്താങ്ങിന്റെ ഊർജവും ആത്മാവുമായ ശ്രീ സുകുമാരനെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നതിനായി MLAയെ ക്ഷണിക്കുന്നു. കയ്യടികൾക്കിടയിലൂടെ വിറയ്ക്കുന്ന കാലടികളോടെ അയാൾ വേദിയിലേക്ക് നടന്നു. പൊന്നാടയണിയുമ്പോൾ അയാളുടെ ശരീരം മരവിച്ചിരുന്നു. ഫോട്ടോയ്ക്ക് വേണ്ടി ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു കോമാളിയുടെ റുഭാവമായി മാറി. 2 വാക്ക് സംസാരിക്കണം, പ്രസിഡന്റ് അയാളുടെ കാതിൽ പറഞ്ഞു. സുകുമാരൻ മൈക്കിനു മുന്നിലേക്ക് നടന്നു. സദസ്സിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ വീണ്ടും നിളയിൽ പതിച്ചു. അവൾ തന്റെ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത് അയാൾ കണ്ടു. ആ പുഞ്ചിരി അയാളുടെ അവസാനത്തെ നിയന്ത്രണവും തകർത്തു. അധ്യായം 12. കുറ്റസമ്മതം. പ്രിയപ്പെട്ടവരെ, സുകുമാരൻ സംസാരിച്ചു തുടങ്ങി. അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. ഞാനൊരു നല്ല മനുഷ്യനല്ല. സദസ്സ് നിശബ്ദമായി. വേദിയിലിരുന്നവർ പരസ്പരം നോക്കി. നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഞാനൊരു ചതിയനാണ്, ഒരു വഞ്ചകനാണ്. അയാളുടെ ശബ്ദം ഒരു നിലവിളിയായി മാറി. ആ ഇരിക്കുന്ന പെണ്ണ് നിള. അവൾക്കറിയാം എല്ലാം. അവൾ മാത്രമല്ല, ഇനിയും ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വരും, എന്നെ പിടിക്കാൻ വരും. അയാൾ വിരൽ ചൂണ്ടിയത് നിളയുടെ നേർക്കായിരുന്നു. സദസ്സിൽ നിന്ന് അടക്കം പറച്ചിലുകൾ ഉയർന്നു. അവളുടെ ബാത്റൂമിൽ ക്യാമറ വെച്ചത് ഞാനാണ്. എന്നെ വെറുതെ വിടണം. അവൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ഓരോ ദിവസവും അവൾ എന്നെ കൊല്ലുകയാണ്. അയാൾ മൈക്കിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഓഡിറ്റോറിയം ഒരു നിമിഷം സ്തബ്ധമായി. പിന്നെ അവിടെ കൂട്ടപ്പൊരിച്ചിലായി. വേദിയിലിരുന്നവർ അയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. ഭാര്യ ശാരദ സദസ്സിലിരുന്ന് വാപൊത്തിക്കരഞ്ഞു. നിള ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ മക്കളുടെ കൈ പിടിച്ചെഴുന്നേറ്റു. ആ ബഹളങ്ങൾക്കിടയിലൂടെ അവൾ പുറത്തേക്ക് നടന്നു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ വേദിയിലെ നാടകത്തിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതൊരു വിജയത്തിന്റെ കണ്ണുനീരായിരുന്നില്ല. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി തകർത്തെറിഞ്ഞതിന്റെ വേദനയായിരുന്നു. പക്ഷേ തന്റെയും മക്കളുടെയും മാനത്തിന് ഇതിലും കുറഞ്ഞൊരു വിലയുണ്ടായിരുന്നില്ല. അവൾ ആകാശത്തേക്ക് നോക്കി. അവിടെ ഹരിയുടെ മുഖം ഒരു നക്ഷത്രം പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജയിച്ചു ഹരി, അവൾ മെല്ലെ മന്ത്രിച്ചു. നമ്മുടെ മക്കൾക്ക് വേണ്ടി. അവൾ മക്കളുടെ കൈ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. പുതിയൊരു ജീവിതത്തിലേക്ക്. ഭയമില്ലാത്ത, ഒളിക്യാമറകളില്ലാത്ത ഒരു ലോകത്തേക്ക്. സുകുമാരന്റെ കുറ്റസമ്മതം ആ ഗ്രാമത്തിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. അതുവരെ അയാളെ ദൈവത്തെപ്പോലെ കണ്ടിരുന്നവർ സ്തബ്ധരായി.
ചായക്കടയിലും കവലയിലും അതൊരു വലിയ ചർച്ചാവിഷയമായി. ആളുകൾ രണ്ട് തട്ടിലായി. ചിലർ സുകുമാരനെ ക്രൂരമായി വിമർശിച്ചു. മറ്റു ചിലർക്ക് വിശ്വസിക്കാനായില്ല. ആ പാവം പെണ്ണ് അയാളെ എന്തോ പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിച്ചതാ, അവർ അടക്കം പറഞ്ഞു. വേദിയിൽ കുഴഞ്ഞുവീണ സുകുമാരനെ ആശുപത്രിയിലാക്കി. മാനസിക നില തകരാറിലായ അയാൾ ആരോടും സംസാരിക്കാതെ ഭിത്തിയിലേക്ക് നോക്കിയിരുന്നു. അയാളുടെ ഭാര്യ ശാരദയും മക്കളും പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. കൈത്താങ് എന്ന ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനം നിലച്ചു. മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണപ്പോൾ നാടിന്റെ നട്ടെല്ല് തകർന്നതുപോലെയായി. നിളയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു. അവളെ കാണുമ്പോൾ ചിലർ സഹതാപത്തോടെ നോക്കി, മറ്റു ചിലർ ഭയത്തോടെയും സംശയത്തോടെയും. അവളൊരു സാധാരണ പെണ്ണല്ല, സൂക്ഷിക്കണം എന്ന് അയൽപ്പക്കത്തെ സ്ത്രീകൾ പരസ്പരം പറഞ്ഞു. ഈ അടക്കം പറച്ചിലുകളൊന്നും അവളെ ബാധിച്ചില്ല. അവൾ തന്റെ പുതിയ ലോകം പണിയുന്ന തിരക്കിലായിരുന്നു. ഹരി പഠിപ്പിച്ചുകൊടുത്ത തയ്യൽ വിദ്യ അവൾ പൊടി തട്ടിയെടുത്തു. പഴയൊരു തയ്യൽ മെഷീൻ കടം വാങ്ങി അവൾ വീട്ടിലിരുന്ന് ബ്ലൗസുകളും കുട്ടിയുടുപ്പുകളും തയ്ച്ചു തുടങ്ങി. ആദ്യം ചെറിയ ഓർഡറുകൾ, പിന്നെ അവളുടെ കൈപുണ്യം നാട്ടിൽ പാട്ടായി. പതിയെ പതിയെ അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സന്ധ്യയ്ക്ക് വീടിന്റെ പിന്നാമ്പുറത്ത് അവൾ ഒരു ചെറിയ തീ കൂട്ടി. തുണിപ്പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചുവച്ചിരുന്ന ആ ഹിഡൻ ക്യാമറ അവൾ പുറത്തെടുത്തു. അതിന്റെ ലെൻസിലേക്ക് അവൾ അവസാനമായി ഒന്നുകൂടി നോക്കി. ഒരുപാട് വേദനകളുടെയും ഭയത്തിന്റെയുമെല്ലാം പ്രതീകമായിരുന്നു അത്. അവൾ ആ ക്യാമറ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്ലാസ്റ്റിക് ഉരുകുന്ന ഗന്ധം അവിടെ എങ്ങും പരന്നു. ആ തീനാളങ്ങളിൽ തന്റെ ഭൂതകാലത്തിലെ അവസാനത്തെ കനലും എരിഞ്ഞടങ്ങുന്നത് അവൾ നിർവികാരിയായി നോക്കിയിരുന്നു. പ്രതികാരത്തിന്റെ ഭാരമൊഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായി. അമ്മേ, ചപ്പാത്തി റെഡി. അടുക്കളയിൽ നിന്ന് കണ്ണന്റെ വിളി കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. വീടിന്റെ ഉമ്മറത്ത് മാളു ഒരു പൂമ്പാറ്റയെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മക്കൾ, അവളുടെ ലോകം. അവളുടെ ചുണ്ടിൽ കാലങ്ങൾക്ക് ശേഷം ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി വിടർന്നു. അതൊരു ഇരയുടെ പുഞ്ചിരിയായിരുന്നില്ല, അതിജീവിച്ചവളുടെ കരുത്താർജിച്ച ഒരു സ്ത്രീയുടെ പുഞ്ചിരിയായിരുന്നു. ആ വീടിന്റെ ചുവരുകൾക്കിടയിൽ അവളിപ്പോൾ സുരക്ഷിതയായിരുന്നു. കാരണം അവളുടെ ഏറ്റവും വലിയ സുരക്ഷ അവൾ തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു.